ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാമത്തെ അധ്യായം സാഖ്യയോഗ. സാഖ്യയോഗയിലെ 28 ശ്ലോകങ്ങൾ വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 29-ാമത്തെ ശ്ലോകമാണ്. ആത്മാവിനെ പറ്റി വളരെ വിശദമായി ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് അർജുനന്. ജനന മരണങ്ങളെ പറ്റിയൊക്കെ തന്നെ വിശദമായി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കർമ്മം ചെയ്യാൻ ഉപദേശിക്കുന്നുണ്ട്. മരണം അത് സത്യമാണ് എന്ന് പറയുന്നുണ്ട്. മരണം എന്തിനു മാത്രമാണ് സംഭവിക്കുന്നത് എന്നുകൂടി ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശരീരത്തിന് മാത്രമാണ് നാശം സംഭവിക്കുന്നത്. ഒരിക്കലും ജനിക്കുകയോ മരിക്കുകയോ നാശം സംഭവിക്കുകയോ നാശം സംഭവിപ്പിക്കുവാൻ സാധിക്കാത്തതോ ആയ ഒരു വസ്തുവാണ് ആത്മാവ്. ആ ആത്മാവ് ഒരിക്കലും തന്നെ നശിക്കുന്നില്ല. അത് ജനിക്കുന്നില്ല. ജനിക്കാത്തത് കൊണ്ട് തന്നെ നശിക്കുന്നുമില്ല. ഒരു ശരീരത്തിൽ ഒരാത്മാവ് പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിന് ചെയ്യേണ്ടുന്നതായ കർമ്മങ്ങളെല്ലാം ചെയ്ത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ശരീരം വിട്ട് ആ ആത്മാവ് മറ്റൊരു ശരീരത്തിലേക്ക് പോവുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മൾ മരണം സത്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനാവശ്യമായ ദുഃഖം ഒഴിവാക്കി ജോലി ചെയ്യാനാണ് ഭഗവാൻ ഇവിടെ പറഞ്ഞു കൊടുക്കുന്നത്. 29-ാമത്തെ ശ്ലോകം നമുക്ക് വിശദമായി തന്നെ നോക്കാം. ആശ്ചര്യവത് പശ്യതി കശ്ചിദേന ആശ്ചര്യവത് വദതി തഥൈവ ചാന്യഃ ആശ്ചര്യവച്ചൈനമന്യഃ ശൃണോതി ശ്രുത്വാപ്യേനം വേദ ന ചൈവ കശ്ചിത്. ഓരോ വാക്കുകളുടേതായി അർത്ഥം നമുക്ക് നോക്കാം. ആശ്ചര്യവത് എന്ന് വെച്ചു കഴിഞ്ഞാൽ അത്ഭുതകരം. പശ്യതി അർത്ഥം കാണുന്നു. കശ്ചിത് അർത്ഥം ആരോ ഒരാൾ. ഏനം അതിനെ. ആശ്ചര്യവത് അത്ഭുതത്തോടെ. വദതി പറയുന്നു. തഥാ അപ്രകാരം. ഏവ അതുകൂടാതെ. ച കൂടെ. അന്യ മറ്റൊരാൾ. ആശ്ചര്യവത് അത്ഭുതത്തോടെ. ച കൂടെ. ഏനം അതിനെ. അന്യ മറ്റൊരാൾ. ശൃണോതി അർത്ഥം കേൾക്കുന്നു. ശ്രുത്വ കേട്ടിട്ട്. പ്യേനം അതിൽ ആ വാക്ക് അപി ഏനം എന്നീ 2 വാക്കുകൾ ചേർന്നിട്ടാണ് വരുന്നത്. വേണ്ട വിധം അതിനെ എന്നാണ് അർത്ഥം. വേദ അറിയുക. ന ഇല്ല. ച കൂടെ. ഏവ അതുകൂടാതെ. കശ്ചിത് ആരോ ഒരാൾ. ശ്ലോകാർത്ഥം നമുക്ക് നോക്കാം. അത്ഭുതത്തോടെ ഒരാൾ അതിനെ കാണുന്നു. മറ്റൊരാൾ ഇതിനെപ്പറ്റി പറയുന്നു. ഇനിയൊരാൾ കേൾക്കുന്നു. എന്നാൽ വേണ്ടവണ്ണം ആരും അറിയുന്നില്ല. ഇവിടെ പ്രപഞ്ചത്തെപ്പറ്റിയും ജീവനെ പറ്റിയും ഒക്കെ തന്നെയാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അതായത് ഭൗതികവാദികൾ കാഴ്ചയിലും വിവരണത്തിലും കേൾവിയിലുമൊക്കെ അവർക്ക്, അതായത് ഭൗതികവാദികൾക്ക് പ്രപഞ്ചം ഒരു ആശ്ചര്യമാണ് എന്ന് തോന്നും. കാരണം ഭൗതികവാദികൾ പറയുന്നത് എന്താണ്? ഈ ലോകം ഒരു ആശ്ചര്യമാണ്. എന്തൊക്കെയാണ് ഇവിടെ കാണുന്നത്? സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്, മലകളുണ്ട്, പുഴകളുണ്ട്, ജീവനുണ്ട്, വെള്ളമുണ്ട്. ഇതൊക്കെ ഇങ്ങനെ മാറി മറിഞ്ഞു വരുന്നു. കാലാവസ്ഥകളൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഒരു അത്ഭുതത്തോടു കൂടിയാണ് അവരെന്തു ചെയ്യുന്നത്? ഇതിനെയൊക്കെ നോക്കിക്കാണുന്നത്. ഇങ്ങനെ നോക്കി കാണുന്നുണ്ടെങ്കിലും കാണുന്നതൊക്കെ അവരിങ്ങനെ പറയുന്നു എന്നുള്ളതല്ലാതെ എന്താണ് യഥാർത്ഥ സത്യമെന്ന് അവർക്ക് മനസ്സിലാക്കുന്നില്ല. അവർ മനസ്സിലാക്കുന്നില്ല എന്നാണ് പറയുന്നത്. എന്നിട്ട് പക്ഷെ അവരിങ്ങനെ പറയുന്നുണ്ട്. പറയുമ്പോൾ അവരുടെ ഒരു വിചാരം, എനിക്കെല്ലാം ബോധ്യമാണ്, ഞാനിതെല്ലാം പഠിച്ചിട്ടാണ് പറയുന്നത്, എനിക്കിതിനെപ്പറ്റിയൊക്കെ വലിയ അറിവാണ് എന്ന ഭാവത്തിലാണ് പലരും പറയുന്നത്. പക്ഷെ അവർക്ക് തന്നെ അറിയാം
സംശയങ്ങളുണ്ട്. നമ്മൾ ഒന്ന് ഉറപ്പിച്ച് ചോദിച്ചു കഴിയുമ്പം അവർക്ക് പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, സംശയമാണ് എന്നെന്ത് ചെയ്യും, അവർ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്ഭുതം എന്ന് പറയുന്നത് എന്താണ്? അത്ഭുതത്തോടു കൂടി ഒരു കാര്യത്തെ നോക്കുന്നത് എപ്പോഴാണ്? നമുക്ക് ആ കാര്യത്തെപ്പറ്റി വേണ്ട വിധം അറിയാത്തപ്പോഴാണ് നമ്മൾ എന്തു ചെയ്യുന്നത്? അത്ഭുതത്തോടു കൂടി ആ വസ്തുവിനെ നോക്കുന്നത്. ആശ്ചര്യം അഥവാ അത്ഭുതം അജ്ഞതയുടെ ഫലമാണ്. എന്താണ് ശരി? യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ശരിയായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ്റെ അത്ഭുതം എന്തു ചെയ്യുന്നു? മാറുന്നു എന്നാണ് ഭഗവാൻ പറയുന്നത്. ഒരാൾ ആത്മാവിനെ ഒരു അത്ഭുത വസ്തുവിനെ പോലെ കണ്ടെത്തുന്നു, നോക്കിക്കാണുന്നു. ഇപ്പം തന്നെ ഭഗവാൻ പറയുന്നുണ്ട്, ആത്മാവിന് ജീവൻ ഉണ്ട്, ആത്മാവ് നശിക്കുന്നില്ല, മരിക്കുന്നില്ല, ജനിക്കുന്നില്ല, ആത്മാവിന് രൂപമില്ല, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മുമ്പിൽ ഈ ആത്മാവെന്ന് പറയുന്നത് എന്തുവാണ് എന്നുള്ളത് ഇങ്ങനെ ഒരു അത്ഭുതത്തോടു കൂടി നിൽക്കുകയാണ്, അല്ലേ? അങ്ങനെ ഒരാൾ ഈ ആത്മാവിനെ പറ്റി അത്ഭുതത്തോടു കൂടി പറയുന്നു, മറ്റൊരാൾ ഒരു അത്ഭുത വസ്തുവിനെ പോലെ ആ ആത്മാവിനെ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ നോക്കിക്കാണുന്നു. മറ്റൊരാൾ അതിനെപ്പറ്റി ഇതൊരു അത്ഭുത വസ്തുവാണ് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു? മറ്റൊരാൾ ഇതിനെപ്പറ്റി ഇങ്ങനെ വിവരിക്കുന്നു. പക്ഷേ ഇവർക്കാർക്കും തന്നെ എന്താണ് ആത്മാവെന്ന് ശരിക്കൊന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇനിയും ഒരാൾക്ക് കേട്ടാൽ പോലും അതിനെക്കുറിച്ച് അറിയുകയില്ല. എത്ര പറഞ്ഞു കൊടുത്താലും ചിലർക്ക് എന്ത് ചെയ്യത്തില്ല, അത് മനസ്സിലാക്കാനും സാധിക്കുകയില്ല എന്നും പറയുന്നു. ആത്മതത്വം ഗ്രഹിക്കുവാൻ കഴിവില്ലാത്തവൻ ഉന്നയിക്കുന്ന ഭൗതികവാദത്തെ ഭഗവാൻ വാദത്തിന് വേണ്ടി തൽക്കാലം സമ്മതിച്ചുകൊണ്ട് അല്പനേരം സംസാരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ ഭഗവാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്നറിയാമോ? ഇത്രയും നേരം ഭഗവാൻ പല കാര്യങ്ങളെപ്പറ്റി പറഞ്ഞു, പക്ഷേ അർജുനൻ്റെ മുഖത്ത് വീണ്ടും വീണ്ടും സംശയം മാത്രമാണ്. എന്താണ് പരമമായ സത്യമെന്ന് ഇപ്പോഴും അർജുനന് അങ്ങനെ ഗ്രഹിക്കുവാൻ സാധിച്ചിട്ടില്ല. അർജുനൻ ഇങ്ങനെ ഭഗവാന്റെ മുഖത്തേക്ക് ഭഗവാൻ എന്തൊക്കെയാണ് ഈ പറയുന്നത് എന്ന് കരുതി അത്ഭുതത്തോടു കൂടി നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് ഭഗവാൻ ഇങ്ങനെ പറയുന്നത്. ഒരാൾ ഇങ്ങനെ പറയുന്നു, ആത്മാവ് അത്ഭുതമാണെന്ന് പറയുന്നു, കുറേ പേര് അതിനെപ്പറ്റി വർണ്ണിക്കുന്നു. ചിലർക്കാണെങ്കിൽ ഇതൊന്നും മനസ്സിലാകുന്നില്ല, ചിലർ മനസ്സിലാക്കാതെ ഇതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ചിലർക്ക് എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകുന്നുമില്ല എന്ന് ഭഗവാൻ ഇങ്ങനെയൊന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇത് അർജുനനെ ഉദ്ദേശിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഭഗവാൻ അറിയാം എന്ത്? അർജുനൻ മിടുക്കനാണ്. അർജുനന് കുറച്ച് കഴിയുമ്പോൾ തീർച്ചയായിട്ടും എന്താണ് പരമമായ സത്യമെന്ന് അർജുനൻ മനസ്സിലാക്കുകയും അർജുനൻ തൻ്റെ കർമ്മത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുമെന്ന് കൃത്യമായി ഭഗവാന് അറിയാം. അതുകൊണ്ട് ശോകം എല്ലാ വീക്ഷണഗതിയിലും ക്ഷുദ്രമാണെന്ന് കാണിക്കുവാൻ ഇടയ്ക്ക് വെച്ച് വാദമൊന്ന് ഭഗവാൻ മാറ്റിയെങ്കിലും അർജുനനിൽ പരമസത്യം ഉറപ്പിക്കുവാനായി ഭഗവാൻ വീണ്ടും ഇതിനെപ്പറ്റി തന്നെ വളരെ വിശദമായി, എന്നാൽ വളരെ വിശദമായി ആ പരമമായ സത്യത്തിലേക്ക് കടക്കുന്നതിനായി ഇനിയുള്ള ശ്ലോകങ്ങളിലേക്ക് കടക്കുകയാണ്. ആ ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ പരമമായ സത്യം അർജുനന് ഉപദേശിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതുവരെ പറഞ്ഞതൊക്കെ എന്താണ്? ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ആ പരമമായ സത്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ ഇനി ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ പരമമായ സത്യത്തിലേക്ക് ഭഗവാൻ കടക്കുകയാണ് ഇനിയുള്ള ശ്ലോകങ്ങളിലൂടെ. ആ ശ്ലോകങ്ങൾ നമുക്ക് അടുത്ത ദിവസം വളരെ വിശദമായി പഠിക്കാം. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സാഖ്യയോഗയിലെ 29ാമത്തെ ശ്ലോകം. ഇത് അർജുനൻ്റെ ആ ആശങ്ക കണ്ടുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ പറയുന്ന ഭാഗമാണ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക, നിരന്തരം നാരായണ നാമം ജപിക്കുക. ജീവിതത്തിന് അത് വളരെയധികം ഉന്നതി വരുത്തും എന്ന് വിശ്വസിക്കുക. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒക്കെ തന്നെ ഒരു ശാന്തി
അത് പ്രദാനം ചെയ്യും എന്നും വിശ്വസിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.